എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു അറിയപ്പെടുന്ന മെഹന്തി ആർട്ടിസ്റ്റ് ആവണം എന്നത്. കുറേ പേർക്കൊന്നും അതിനെ അറിയില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു നിലയിലെത്താൻ ഇപ്പോൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇതാ തൃശ്ശൂരുള്ള ഞാൻ ചെന്നൈയിലേക്ക് വർക്കിന് പോവാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇത് എനിക്ക് വലിയ അച്ചീവ്മെന്റും പ്രൗഡുമാണ്. ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് എൻ്റെ അളിയനാണ്. 8:50 ഫ്ലൈറ്റ്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് നേരത്തോടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആരാന്ന് മനസ്സിലായോ? ഞങ്ങൾ കയറി അതേ ഫ്ലൈറ്റിൽ തന്നെ ആയിരുന്നു ആളും ഉണ്ടായിരുന്നത്. കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചെന്നൈയിലെത്തി. ഇനി ബ്രൈഡിന്റെ ലൊക്കേഷനിലോട്ട് പോകണം. ഇവിടെ നിന്ന് ഒരു 11 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പോയി. നമ്മുടെ ബ്രൈഡിന്റെ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ബ്രൈഡ് ക്രിസ്ത്യനും ഗ്രൂം ഹിന്ദുവാണ്. ബ്രൈഡിന്റെ സൈഡിലെ കല്യാണം ഡിസംബറിൽ കഴിഞ്ഞതായിരുന്നു. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഗ്രൂം സൈഡിലെ കല്യാണമാണ്. മെഹന്തി ഇടാൻ എന്നെ വിളിക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് എന്റെ വൈറലായിട്ടുണ്ടായിരുന്ന വീഡിയോസ് ആള് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ പേജ് എടുത്ത് നോക്കിയപ്പോൾ എന്റെ വർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. നല്ല ഇൻട്രസ്റ്റോട് കൂടി വർക്ക് ചെയ്യുന്ന ആളായിട്ട് തോന്നിയെന്നാണ് പറഞ്ഞത്. ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് 2 സൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ബ്രൈഡിന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ മെഹന്തി ഇടായിരുന്നത് ടെറസിലായിരുന്നു. അവിടെ ഇരുന്ന് എപ്പോഴും ഫ്ലൈറ്റ് പോകുന്നത് കാണാം. ഇതാണ് ഡിസൈൻ. ആൾക്ക് അങ്ങനെ റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. റൂമിന്റെ പേര് മലയാളത്തിലും തമിഴിലും എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്ക് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവിടുന്ന് ഒട്ടും ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കടല കൊടുത്തിട്ട് എന്നെ കഴിപ്പിക്കുമായിരുന്നു. ഇതാണ് ബാക്ക് ഹാൻഡിലെ ഡിസൈൻ. ആൾക്ക് മണ്ഡല ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. പിന്നെ അങ്ങോട്ട് ഒരു നീണ്ട യാത്രക്കൊടുവിൽ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്.